ഹായ് ഗായ്സ്. സോ ഇന്നത്തെ നമ്മളുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് കേട്ടോ. ഞാൻ ഇട്ടെടുത്തല്ല, അങ്ങനെയാണ് കമന്റ് ബോക്സിൽ നമ്മൾ എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് ഇപ്പൊ എല്ലാവർക്കും അതായത് അങ്ങനെ ഒരു സംഭവം ഞാൻ നോക്കലുണ്ട്, അതുകൊണ്ടാണ് ഞാനത് കണ്ടത്. എനിക്ക് തോന്നുന്നത് വേറെ ഏതൊക്കെയോ വ്ളോഗേഴ്സ് പിന്നെ നമ്മളെ എന്താണ് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കാരണം എന്നുള്ള ടൈറ്റിൽ ഇട്ടിട്ട് അയച്ചു തന്നു. സോ അതന്നെ ആയിരിക്കും കമന്റ് ബോക്സിൽ ചോദിക്കാൻ എല്ലായിടത്തും കാരണം. ഞങ്ങൾ ആരും വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടില്ല. പിന്നെ അതിന്റെ കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഒരു 90% പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഞാൻ കണ്ടത്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളതാണെങ്കിൽ നമ്മൾ മാറി അങ്ങനെ താമസിക്കുമ്പോൾ, അതായത് ഇതുപോലെ നമ്മൾ മാറി താമസിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മെച്യൂരിറ്റി കാര്യങ്ങൾ വരും ലൈഫിൽ. അതായത് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ നിൽക്കുന്ന അടുക്കളയിലാണ് ഏറ്റവും വലിയ മെച്യൂരിറ്റി തന്നെ. അതായത് എന്റെ വീട്ടിൽ ഇന്നേ വരെ അടുക്കളയിൽ ഒരു പ്രാവശ്യം പോലും ഒന്നും ഉണ്ടാക്കാൻ കയറി ഞാൻ കണ്ടിട്ടില്ല. സത്യമില്ല, നോമ്പിനെന്തോ ഹെൽപ്പിനൊക്കെ കയറിയിട്ടുണ്ട്, അല്ലാത്ത സമയത്ത് കേരളില്ല. അതോടെ അതൊക്കെ കുറ്റല്ല. ഇല്ല, ടൈം ഉണ്ടായിട്ടില്ല, നമ്മള് ഷോപ്പിലാണ് ഇപ്പോഴും. അങ്ങനെ തന്നെ ഞാൻ രാവിലെ 9 മണിക്കോ അല്ല 9:30 ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രിയാണ് കേറി വരാം. അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ കുറ്റായിട്ട് പറഞ്ഞതല്ല. ഇല്ല, അതായത് ഇപ്പോഴും എന്റെ വീട്ടുകാരൊക്കെ മിക്ക സമയത്തും ഉമ്മമ്മി ഇപ്പി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കും. നമ്മളെല്ലാരും പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നാണ് കൂടുതലും കഴിക്കാറുള്ളത്. സോ അതാണ്, അതുകൊണ്ട് കുറ്റം പറഞ്ഞതല്ല, ഞാനൊരു ഫാക്ട് പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അടുക്കള വൃത്തിയാക്കുന്നു, എന്താ പറയാ, പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നു, മീൻ കറി ഉണ്ടാക്കുന്നു. അപ്പൊ അതൊക്കെ നമ്മുടെ ലൈഫിൽ ഞാൻ തന്നെ സത്യത്തിൽ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ പക്ഷെ നല്ല എൻജോയ്മെന്റ് ഉള്ള പണിയാണ് കേട്ടോ. ജിമുവിനെ മാത്രം നോക്കാൻ പറഞ്ഞാൽ ബാസിയാക്ക, അപ്പൊ ബാസിയാക്ക ഇങ്ങനെ ഫോൺ വരുന്നുണ്ടാവും. ബാസിയാക്ക വന്ന് ജിമുവിനെ നോക്ക് ബാസിയാക്ക. അത് മാത്രമാണ് എനിക്ക് ബാസിയാക്കന്റെ ഇഷ്ടമില്ലാത്ത കാര്യം. ഞാൻ ചിലപ്പോ വീഡിയോ എഡിറ്റിംഗിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ വീഡിയോ അത്യാവശ്യം വൈറലാണെന്ന് തന്നെ പറയാം. കാരണം എനിക്കൊന്ന് 9 ലക്ഷത്തിന് മേലെ വ്യൂവേഴ്സ് കാര്യങ്ങള്. സോ ഇതിന്റെ ഒക്കെ കമന്റ് ബോക്സ് നോക്കലും കൂടി എന്റെ ഡ്യൂട്ടിയാണ്. ഓള് പറഞ്ഞു കമന്റ് ബോക്സ് നോക്കല്ലേ, എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുക്കിംഗ് ചെയ്യണം, എന്നിട്ട് 4 നേരം ഫുഡ് ഉണ്ടാക്കി തരണ്ടേ. നമ്മളിപ്പോ കച്ചറണ്ടാക്കി പിന്നെ പറഞ്ഞാലുണ്ട് ബാസിക്കാക്കനോട് ഞാനൊന്ന് പറഞ്ഞിട്ടാ അടിച്ചു വാരിക്കാനുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞേ എനിക്ക് അടിച്ചു വരാനും അറിയില്ല, ചൂലെടുത്തിട്ടൊന്നും കൊടുക്കണേ. പിന്നെ ഭർത്താവായി പോയില്ല വിചാരിച്ചിട്ട് ഞാൻ ഒന്നും ഓക്കെ. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല നല്ല കമന്റ്സ് ഉണ്ടായിരുന്നു. ഐ മീൻ പിന്നെ നമുക്ക് മെച്യൂരിറ്റി വരും, മാത്രമല്ല വിട്ടു നിൽക്കുമ്പോഴാണ് കൂടുതൽ സ്നേഹം ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അതില് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കുറെ പേരുടെ ആഗ്രഹമാണ് സത്യത്തിൽ ഇങ്ങനെ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അത് കഴിഞ്ഞ വീഡിയോയിലില്ല. ഞങ്ങൾ എടുക്കുന്നത് രാവിലെ 7 മണിക്കെന്തോ അല്ലെ, 7-7:30 മണിക്കാണ് എണീറ്റ പാടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. എനിക്ക് കേട്ടോ, എനിക്ക് പൊടി അലർജി ഉള്ള ഒരാളാണ്. സോ രാത്രിയിൽ ഉറങ്ങിയ പാട് എന്റെ കണ്ണൊക്കെ കുറച്ചു നേരം ചുവന്നിട്ടുണ്ടാവും. ഞാനാണെങ്കിൽ അന്ന് പല്ല് പോലും തേക്കാതെയാണ് സത്യത്തില് അന്ന് പിന്നെ വീഡിയോ എടുത്തത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് കുറവുകൾ ആ വീഡിയോയിലുണ്ട്. മീൻസ് കണ്ണൊക്കെ എന്തോ ചുവന്ന് കലങ്ങിയ പോലെ ഉണ്ടായിരുന്നു. സോ എല്ലാവരും പറയുന്നതിൽ കമന്റ്സിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട്, അല്ലെങ്കിൽ ജുബിക്ക് നല്ല സങ്കടം ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ. നല്ല രസമുണ്ട്. അന്ന് തന്നെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കിംഗ് വീഡിയോ വേണമെന്ന്. അപ്പൊ നമ്മള് ഒരു ആവോലി കറി ഉണ്ടാക്കിയ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു, കാരണം നല്ല റെസ്പോൺസ് ആയിരുന്നു. ജുബി അടിപൊളിയായിട്ട് ഉണ്ടാക്കി. വീഡിയോ എടുക്കാൻ പറ്റി. വീഡിയോ എടുക്കാൻ ആളില്ലായിരുന്നു. ഞാൻ അന്നെ ഓള് ജിമ്മിന് പോയ സമയത്താണ് ഓള് വീഡിയോ എടുത്തത്. അത് ഷൂട്ട് ചെയ്തത് നമ്മളെ ഷെരീഫ് ഖാന്റെ മക്കൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. അന്ന് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഗസ്റ്റുകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്ര ക്വാണ്ടിറ്റിയിൽ ചെയ്തത്. ഓക്കെ. പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് മാറിയതിനു ശേഷം മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഭയങ്കര റായത്തിലാണ്. ഇതിനു മുമ്പ് റായത്തിലാണെങ്കിൽ ഞാൻ അങ്ങനെ പറയുമ്പോൾ എന്താ പറയുക പ്രശ്നം,
പിന്നെ അത് വളച്ചു കൊടുക്കും. ഇപ്പോഴാണ് നിങ്ങൾക്ക് റായത്തായതല്ലേ, ഇപ്പോഴാണല്ലേ നിങ്ങൾ സന്തോഷത്തില്, മുമ്പ് അപ്പൊ നിങ്ങൾ സങ്കടത്തിലായിരുന്നു, അങ്ങനെ പറയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒന്നും പറയാത്തത്. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് പിന്നെ നിങ്ങൾ മാറിയത്, സോഷ്യൽ മീഡിയയിൽ ഇട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ഇട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്നാമത്തെ കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മാറിയ ശേഷം ഞങ്ങൾ വളരെ റായത്തിലാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പുതിയ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ കമന്റ് വന്നിട്ട് നിങ്ങൾ മാറി താമസിച്ചു അല്ലേ, നിങ്ങൾ അങ്ങനെ ആക്കിയില്ല എങ്ങനെ ആക്കിയില്ല, അപ്പൊ പ്രശ്നം ഉണ്ടെന്ന് കൺഫേം ആയി, പ്രശ്നം ഉണ്ടില്ലേ, അങ്ങനത്തെ കുറെ കമന്റ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ മാറുന്നൊക്കെ പിന്നെ വ്ളോഗിൽ മെയിൻ ആയിട്ട് ആഡ് ചെയ്തത്. പിന്നെ നമ്മൾ വ്ളോഗേഴ്സ് ആണ്, നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും നമ്മളിത് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഇടാറുണ്ട്. സോ അതിന്റെ പാർട്ടായിട്ടും കൂടി ഇട്ടുന്നേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല യൂട്യൂബിൽ ഇടാനല്ല. അതാണ് മെയിൻ കാരണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ മാറിയില്ലേ, എന്തുകൊണ്ട് മാറിയപ്പോ ഓലെ കൂട്ടിയില്ല അവരെ കൂട്ടിയില്ല എന്നൊക്കെ. അതിന്റെ ഇടയിൽ എല്ലാവരും ചോദിച്ച ചോദ്യമാണ്, എല്ലാവരും വിളിക്കുന്നില്ലേന്ന്. വിളിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എന്റെ വീട്ടുകാരും ജുബിന്റെ വീട്ടുകാരൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട് ഇല്ലേ. എന്റെ വീട്ടുകാരെ വിളിച്ചിനോ? ഞാൻ വിളിച്ചിട്ടില്ല, വിളിക്കണം. എല്ലാരും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വിളിക്കണം എന്നുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് അത് സൂൺ നമ്മൾ ചെയ്തിട്ട് അതിന്റെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ എന്തൊക്കെയോ പിന്നെ എനിക്കൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ടല്ലേ. പ്രൊഡക്റ്റ് എന്നല്ല, നമുക്ക് ഗേൾസിന് യൂസ്ഫുൾ ആയതാണ്. കാരണം ഞാൻ ഇതുവരെ അങ്ങനത്തെ റിവ്യൂസ് കാര്യങ്ങളൊന്നും ഒരു ഇതിലും ബ്ലോഗിലോ കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഇത് നിങ്ങളോട് പറയണമെന്ന് തോന്നി, ഞാൻ അത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഞാൻ ആ പ്രൊഡക്റ്റ് എന്താണ്, അതിന്റെ ഡീറ്റെയിൽ എന്താണ്, അത് എവിടുന്നാണ് വാങ്ങാൻ കിട്ടുക, എത്രയാണ് പൈസ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഈ അടുക്കളപ്പണി ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അതോളം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിട്ടോ. അത് നമ്മളെ ആണുങ്ങളായിട്ട് ബന്ധമുള്ള സാധനം, പെണ്ണുങ്ങളായിട്ട് ബന്ധം. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ 100 പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണോ വേണ്ടെന്ന് 100% ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരു 90% ലേഡീസ് ആണെന്ന്. മുമ്പ് എനിക്ക് PCOD ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും അറിയാം, മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PCOD വന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ എനിക്ക് തുടങ്ങിയത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വേറെ ഒന്നുമല്ല, പാഡാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് കെയർ ആൻഡ് സേഫ് എന്നാണ് കേട്ടോ. ക്യാപ്ഷന് സേഫസ്റ്റ് സാനിറ്ററി നാപ്കിൻ ഇൻ ദ വേൾഡ് എന്നാണ് കേട്ടോ. അപ്പൊ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, മറ്റുള്ള പാഡിനെ അപേക്ഷിച്ച് ഈ പാഡിന് ഇറിറ്റേഷൻസോ അലർജിയോ അല്ലെങ്കിൽ റാഷസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. വാസ്തവ ശുചിത്വം ഉറപ്പുവരുത്താൻ പറ്റും. പിന്നെ അതല്ല, 100% ബ്രീത്തബിൾ കോട്ടൺ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് ഇത് 250 മില്ലി വരെ വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇത് ലീക്ക് പ്രൂഫ് ആയിട്ടാണ് വരുന്നത്. XL, XXL, XXL സൈസിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വരുന്നത് ഇത് pH ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 650 ആണ്. അപ്പൊ അത് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട, 4-5 മാസം നമുക്ക് യൂസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഇതിലുണ്ട്. ഇതിൽ വരുന്നത് ഒരു 40 പീസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ വ്യത്യസ്ത സൈസും വ്യത്യസ്ത കളേഴ്സും ഉണ്ട് കേട്ടോ. ഇതിൽ ബ്ലൂ കളർ വരുന്നത് നമുക്ക് 1-2 ദിവസങ്ങളിൽ നൈറ്റിൽ ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ പിങ്ക് വരുന്നുണ്ട്. ആ പിങ്ക് 1-2 ദിവസങ്ങളിൽ രാവിലെ ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ വരുന്നത് ഒരു വൈറ്റ് ആണ്. അത് പിന്നെ നോർമലി 3-4 ദിവസങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാം. ആ ഡെമോ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിച്ചോളിട്ട് ഏതാ യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളെ മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് ഡെമോ ചെയ്യാം. ഞാൻ ആദ്യം 60 മില്ലി വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ 3 പാഡാട്ടോ വെച്ചത്. വേറെ 2 പാഡും ഈ കെയർ ആൻഡ് സേഫിൻ്റെ ഒരു പാഡുമാണ്. സോ 3 പാഡിലും ഒരേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 പാഡിലും നന്നായിട്ട് പ്രസ് ചെയ്തു കൈനെ കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാനത് തുടച്ചു. ഇനി ഞാൻ കെയർ ആൻഡ് സേഫിൻ്റെ പാഡിൽ കൈവച്ച് നല്ല പോലെ അമർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും വന്നിട്ടില്ല. ഇനി നമുക്ക് ഇത് രണ്ടും ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് 2 പാഡ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, ഇത് പ്ലാസ്റ്റിക് ആണ് ഫസ്റ്റ് ലെയറിൽ വരുന്നത് കേട്ടോ. അത് പിഴിഞ്ഞപ്പോൾ നമ്മൾ കൈ വെച്ച് പിഴിഞ്ഞപ്പോൾ ഫുള്ള് വെള്ളം ലീക്കാണ്. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ പാഡ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ലെയറിൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ്. രണ്ടാമത്തതും അതിൽ വെള്ളം നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട്. നമുക്കിനി കെയർ ആൻഡ് സേഫ്റ്റിൻ്റെ പാഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. 2 സൈഡായിട്ട് നമുക്ക് കീറി നോക്കിയിട്ടുണ്ട് ഞാൻ ആദ്യം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് ലെയറിൽ വരുന്നുണ്ട്, ഇത് വരുന്നത് ബ്രീത്തബിൾ കോട്ടൺ ആട്ടോ. ഇപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പം ഇതിൽ ജെല്ലാണുള്ളത്. ഞാൻ ആ ജെല്ല് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ,
ഇത് 9 ലെയർ ആട്ടോ വരുന്നത്. 9 ലെയർ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കോട്ടൺ ആണ്, ബ്രീത്തബിൾ കോട്ടൺ ആട്ടോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഈ ജെല്ലിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നല്ലപോലെ വെള്ളമായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒഴിച്ചും കഴിഞ്ഞ് ഫ്ലഷ് അടിക്കാവുന്നതാണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ കെയർ ആൻഡ് സേഫ്. അപ്പോൾ വേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്.